ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്പോട്ടിലാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഒന്നാണ് നല്ല കാറ്റൊക്കെ വീശുന്ന കായലോരത്തിരുന്ന് നല്ല ചൂട് ഫ്രൈഡ് ചിക്കൻ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്വപ്നം ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗുരുവായൂർ പഞ്ചാരമുക്കിലുള്ള വളരെ ഫേമസ് ഫ്രൈഡ് ചിക്കൻ ഷോപ്പായ ചിക്സിറ്റോ. ഇത് ഇവരുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഒരുമനയൂറുള്ള കായൽ കയാക്കിന് തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മളെ വെൽക്കം ചെയ്തത് ചിക്സിറ്റോയുടെ ഓണർ കം പ്രൊപ്പറേറ്റർ കം എല്ലാം ആയ റൌഫ് ഭായ് ആണ്. വളരെ സിമ്പിൾ ആൻഡ് കാഷ്വൽ വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഇൻഡോർ സീറ്റിംഗ് ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇവരുടെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. ഇവരുടെ ഫ്രൈഡ് ചിക്കനിലും ഒരു പ്രത്യേകതയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വൈഫ് 6 മാസത്തോളം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ മിക്സായി ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ വിന്നിംഗ് ഫോർമുല. ഇവർ തുടക്കത്തിൽ വീട്ടിലിരുന്ന് ഒരു ക്ലൗഡ് കിച്ചൺ കൺസെപ്റ്റ് പോലെയാണ് ചിക്കൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെ റൌഫ് ഭായ് തന്നെ എല്ലാവർക്കും എത്തിച്ച് അവർക്ക് വളരെ ഇഷ്ടമായി. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇവരുടെ ആദ്യത്തെ ബ്രാഞ്ച് പഞ്ചാരമുക്കിൽ തുടങ്ങിയത്. അവിടെ പ്രതീക്ഷിക്കാത്ത അത്ര തിരക്കും ഡിമാൻഡും കൂടി ആയപ്പോ സ്ഥലം പരിമിതി കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു വിശാലമായ സ്പോട്ടിൽ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങിയത്. രണ്ടാമത്തെ ഈ ബ്രാഞ്ച് ആണെങ്കിലോ ഇത്രയും വൈബുള്ള ഒരു സ്പോട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ട് വേറെ എവിടെയും കാണില്ല. പിന്നെ ഈ കാണുന്നത് കായലോരത്തിന്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു കോമൺ ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ്. ഇത് കൂടാതെ ഇവിടെ പാർട്ടി സ്പേസ് ആയിട്ടും ഇവർ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ 2 സെപ്പറേറ്റ് പ്രൈവറ്റ് ഹട്ട്സും വരുന്നുണ്ട്. നല്ല കാറ്റോ മഴയോ ഒക്കെ ഉള്ള സമയത്ത് ഈ ഹട്ടിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ കായലിന്റെ ആ ഒരു എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്യും. ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞപ്പോ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്നതാണ് ഇവിടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവരുടെ ടൈമിംഗ് വരുന്നത് വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 12 മണി വരെ ആണെന്ന്. അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അപ്പൊ വീണ്ടും സമയം കൊല്ലാനായിട്ട് നല്ല ഫ്രൈഡ് ചിക്കനും സ്വപ്നം കണ്ട് കുറച്ചു നേരം കൂടി കായലിലേക്ക് നോക്കി നിന്നു. അങ്ങനെ 5:30 മണിയായപ്പോൾ നമ്മുടെ ഓർഡർ എത്തിക്കഴിഞ്ഞു മോനെ. സാധാരണഗതിയിൽ 2-4 പീസിന്റെ മീലാണ് ഓർഡർ ചെയ്യാറ്. ഇന്ന് ഇതിനെ കുറിച്ചുള്ള ഹൈപ്പ് കേട്ടിട്ട് ആക്രാന്തത്തോടു കൂടി ഓർഡർ ചെയ്തത് ഇവരുടെ ഏറ്റവും വലിയ കോംബോ മീലായ 12 പീസസിന്റെ ഫ്രൈഡ് ചിക്കൻ ആണ്. 12 വലിയ പീസസ് തന്നെയാണ് വരുന്നത്, സ്ട്രിപ്സ് ഒന്നും അല്ല. ഇതിന്റെ കൂടെ 6 ബണ്ണും ലാർജ് പോർഷൻ ഫ്രഞ്ച് ഫ്രൈസും 3 കോൾസ്ലോം 2 ഗാർലിക് പേസ്റ്റും 1 ലിറ്റർ കൂൾ ഡ്രിങ്കും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് മോനെ ഇവരുടെ ലെഗ് പീസ്. ഇത് കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു 1.5 ലെഗ് പീസ് പോലെയാണ് ഫീൽ ചെയ്തത്. നല്ല ചൂടുണ്ട്. അപ്പൊ ഈ കായലിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് കഴിക്കാം. നമുക്ക് ആ ലെഗ് പീസ് ഇവരുടെ ഗാർലിക് പേസ്റ്റിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ ക്രിസ്പി ക്രഞ്ചി ആൻഡ് ജ്യൂസി ഫ്രൈഡ് ചിക്കൻ. നല്ല ചൂട് ആവി പറക്കുന്നത് കണ്ടാ മോനെ ഒരു രക്ഷയുമില്ല. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ, അതും കായലോരത്തിരുന്ന് കഴിക്കുമ്പോൾ വേറൊരു ലെവൽ എഫക്റ്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇവരും അതേപോലെ ജനങ്ങളും പറഞ്ഞത് വെറുതെ അല്ല, സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് ഇവരുടെ മറ്റൊരു പീസും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ ടെക്സ്ചർ അറിയാൻ വേണ്ടി. അപ്പൊ അത് ഇവരുടെ കോൾസ്ലോയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, ഇതും നല്ല ജ്യൂസി ചിക്കൻ തന്നെയാണ്. നല്ല കിഡിലൻ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ഔട്ടർ ഷെല്ലും പിന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ചിക്കനാണ്. നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിനോട് അഡിക്റ്റഡ് ആവും. ബാക്കിയുള്ളത് നമുക്ക് ടേബിളിൽ ഇരുന്ന് കഴിക്കാം. അപ്പൊ ഇവരുടെ ആ ചൂട് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആ ഗാർലിക് ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, ഇതും നല്ല ക്രിസ്പി ഫ്രൈസ് ആണ്, അതും നല്ല മീഡിയം സോൾട്ടി ഫ്രൈസ് ആണ്. ഇവരുടെ ചിക്കൻ മിക്സ് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് അധികം സ്പൈസി അല്ല, അധികം സോൾട്ടി അല്ല. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആവി പറക്കുന്നത് കാണാം. ഒരു മീഡിയം ലെവലിലുള്ള ഫ്ലേവർ ആണ്, ഒരു മാജിക്കൽ മിക്സ് ആണ്. ഗുരുവായൂരും പരിസരത്തുമുള്ളവർക്ക് ഞാൻ പറയാതെ തന്നെ ഇതെല്ലാം അറിയാവുന്നതാണ്. ഇത്രയും ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ ദാഹിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ദാഹത്തിനും ഇത് ഡൈജസ്റ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂൾ ഡ്രിങ്ക് സിപ്പ് ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്.
കൂടെയുള്ളവർ അവർക്കും വേണമെന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഞാൻ നിർത്തിയത്. അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ മൊത്തം തീർത്തേനെ, അത്രയ്ക്കും അഡിക്റ്റീവ് ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫ്രൈഡ് ചിക്കൻ എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു രക്ഷയുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വൈബോട് കൂടിയുള്ള ആംബിയൻസിൽ വന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഫ്രൈഡ് ചിക്കൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇവരുടെ ആദ്യത്തെ ബ്രാഞ്ചിൽ ഇവരുടെ സിഗ്നേച്ചർ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ ഇവരുടെ ലോഡഡ് ഫ്രൈസും ബർഗേഴ്സും ഉണ്ട്. രാത്രിയാവുമ്പോൾ ഇവരുടെ ഷോപ്പിന് മുമ്പിലുള്ള കോമൺ ഡൈനിങ് ഏരിയയിലും ടേബിളും ചെയറൊക്കെ ഇട്ട് തരുന്നതാണ്. അപ്പൊ അവിടെയും ഇരുന്ന് നമുക്ക് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ ആസ്വദിക്കാം. പിന്നെ ഇവരുടെ പാർട്ടി സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 പേരടങ്ങുന്ന ഏതൊരു ഫംഗ്ഷനും സുഖമായി നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പൊ ഇവരെ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാം സെറ്റ് ചെയ്ത് തരും. ഇവരെ വിളിക്കാനുള്ള നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ ചിക്കനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റൌഫ് ഭായിനോട് നേരിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് പല ഇന്റർനാഷണൽ ബ്രാൻഡിനേക്കാളും ഇഷ്ടമായത് ഇവരുടെ ഈ ഫ്രൈഡ് ചിക്കൻ ആണ്. സാധാരണ ഫ്രൈഡ് ചിക്കൻ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ഹെവി ആയി തോന്നിയില്ല. പിന്നെ അധികം ഓയിലിയും ആയിരുന്നില്ല. പിന്നെ ഇവിടെ പാർക്കിങ്ങിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഒക്കെ ആയി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.